മുസ്ലിം ലീഗിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. അധികാരം നിലനിർത്താൻ ലീഗ് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്നുവെന്നാണ് വിമർശനം. ബാബറി മസ്ജിദ് തകർത്ത കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചവരാണ് ലീഗ്. ഇപ്പോൾ SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ കൂട്ടുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. തന്റെ വിമർശനം പാണക്കാട് തങ്ങൾക്കെതിരെയല്ലെന്നും ലീഗിനെതിരെയാണെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. ബാബറി മസ്ജിദ് എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഒരു പ്രശ്നമായിരുന്നു. ആ മസ്ജിദാണ് തകർക്കപ്പെട്ടത്. അതിനുവേണ്ട സകല കാര്യങ്ങളും ചെയ്തു കൊടുത്ത കോൺഗ്രസിൻ്റെ കൂടെ ഈ കേരളത്തിൽ മന്ത്രിസഭയിൽ ഇരിക്കുകയായിരുന്നു അന്ന് ലീഗ്. പക്ഷേ ലീഗ് അപ്പോൾ കണ്ടത് ഏറ്റവും പ്രധാനം മന്ത്രിസ്ഥാനമാണ്. അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി കൂടുതൽ ചെയ്യാൻ പാടില്ലാത്ത നിലപാടിലേക്കല്ലേ അവർ മാറിപ്പോയിക്കൊണ്ടിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെയും SDPI-യെയും വലിയ തോതിൽ സഹകരിപ്പിക്കാൻ ലീഗ് തയ്യാറായിരുന്നില്ല. ഇപ്പോഴാണ് ആ നിലയിലേക്ക് മാറിയത്. ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ പാണക്കാട് സാദിഖലി തങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല, രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ AK അഭിലാഷ്, അഷ്കർ അലി കരിമ്പ, അല്ലമീൻ തോട്ടുമുക്ക്, അലി അക്ബർ ഷാ എന്നിവർ ചേരുന്നു വിശദാംശങ്ങളുമായി. ആദ്യം AK അഭിലാഷ്, ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും ലീഗിനെ കടന്നാക്രമിക്കുന്ന മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായും SDPI-യുമായും ഒക്കെ കൂട്ടുപിടിക്കുന്ന നിലയിലേക്ക് ലീഗ് എത്തിയിരിക്കുന്നതാണ്. ഒപ്പം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനം അത് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇത് തങ്ങൾക്കെതിരെയല്ല, മുസ്ലിം ലീഗിനെതിരെയാണ് എന്നുകൂടി മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് മുഖ്യമന്ത്രി ആദ്യമായി തന്നെ ഈ പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെതിരെയും അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ ഘട്ടത്തിൽ CPI, കാരണം ഇത്തരത്തിലൊരു വിമർശനം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഏകീകരണത്തിന് വഴിവെച്ചു എന്നടക്കം CPM-ന് അഭിപ്രായമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ചരിത്രത്തിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗ് ഇപ്പോഴും പാഠം പഠിച്ചിട്ടില്ല. അധികാരത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും മുസ്ലിം ലീഗ് തയ്യാറാകുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇന്നുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെയും അതോടൊപ്പം തന്നെ SDPI-യെയും പോലുള്ള വർഗീയ സംഘടനകളെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നടത്തുന്നത്. ഇതിനെതിരെയായിട്ടാണ് താൻ നേരത്തെ വിമർശനം ഉന്നയിച്ചത് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് പാണക്കാട് തങ്ങൾക്കെതിരെയല്ല, തങ്ങൾ എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയാണ് തൻ്റെ വിമർശനം എന്നുകൂടി ആവർത്തിച്ചു പറയാനാണ് ഇന്ന് മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ, അതായത് ചേലക്കരയിൽ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ ഒന്നാകെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് നടത്തിയത്. തെരഞ്ഞെടുപ്പിനെ UDF നേരിട്ടത്. പക്ഷേ അവിടെ LDF മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. കാരണം ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്നുള്ള പ്രചാരണമുണ്ടായി. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് വിഹിതം നേടാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് നേടിയിരിക്കുന്ന വോട്ടിനേക്കാളും കുറഞ്ഞ വോട്ടാണ് അവർക്ക് നേടാൻ കഴിഞ്ഞുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് അവരുടെ മണ്ഡലമാണ്, UDF-ന്റെ മണ്ഡലമാണ്. അവിടെയും മികച്ച നേട്ടമുണ്ടാക്കാൻ, വോട്ട് വിഹിതം ഉയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വർഗീയ വോട്ടുകൾ വാങ്ങി എന്ന ആരോപണം CPM ശക്തമായി ഉയർത്തുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ്. തീർച്ചയായിട്ടും ലീഗിനെ ആ രീതിയിൽ തന്നെ, അതായത് നേരത്തെ ബാബറി മസ്ജിദ് തകർക്കുന്ന ഘട്ടത്തിൽ അവർ എങ്ങനെയാണോ ഈ ബാബറി മസ്ജിദ് തകർക്കാൻ സഹായം നൽകിയ കോൺഗ്രസുമായി ഒത്തുപോയത്, അതോടൊപ്പം തന്നെ അധികാരം നിലനിർത്താൻ ഏത് തരത്തിലാണോ അവർ മുന്നോട്ട് പോയത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം ഉന്നയിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നീ സംഘടനകളെ, അത്തരത്തിലും വർഗീയ സംഘടനകളെ അന്ന് ഒപ്പം നിർത്താൻ UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗ് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് അവരെ പോലുള്ള സംഘടനയ്ക്കുള്ളിൽ കൂടി ഒപ്പം നിർത്താനുള്ള ശ്രമം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. ഇത് നാടിന് ഒരു തരത്തിലും ഗുണകരമാകില്ല. പല ഘട്ടങ്ങളിലായി കോൺഗ്രസ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനനുസൃതമായി തന്നെയുള്ള നിലപാടാണ് ഇപ്പോൾ മുസ്ലിം ലീഗും സ്വീകരിക്കുന്നത്. അതിനെതിരെയുള്ള തൻ്റെ ശക്തമായ നിലപാട് തന്നെയാണ് താൻ ആവർത്തിച്ചു പറയുന്നതെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ നിലപാട് എന്താണെന്ന് ആവർത്തിക്കുമ്പോൾ തന്നെ ഭരണവിരുദ്ധ തരംഗം അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിലയിരുത്തൽ കൂടി നടന്നിട്ടുണ്ട്. ആ വിലയിരുത്തൽ തങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾക്ക് മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഏതായാലും അദ്ദേഹം അത് ആവർത്തിക്കുകയാണ്, ലീഗിനെതിരായ നിലപാട്.